സാധാരണയായി ബേസിക് സ്കിൻ കെയർ റുട്ടീൻ കഴിഞ്ഞാൽ പേഷ്യൻസ് ചോദിക്കുന്ന അടുത്ത ചോദ്യമാണ് ഏതൊക്കെ സീറംസ് എനിക്ക് ഉപയോഗിക്കാം എന്നുള്ളത്. വൈറ്റമിൻ സി പോലെയുള്ള ആൻറ്റി ഓക്സിഡൻറ്റ് സീറംസ് മോർണിംഗ് സ്കിൻ കെയർ റുട്ടീനിലും റെറ്റിനോൾ പോലെയുള്ള ആൻറ്റി ഏജിംഗ് സീറംസ് നൈറ്റ് സ്കിൻ കെയർ റുട്ടീനിലും ഉൾപ്പെടുത്താവുന്നതാണ്. എന്നാൽ ഇത് കൂടാതെ സാലിസിലിക് ആസിഡ്, ഹൈലൂറോണിക് ആസിഡ്, കോജിക് ആസിഡ്, നാസിനമൈഡ് പോലെയുള്ള ആക്റ്റീവ്സ് അടങ്ങിയ സീറംസ് അവൈലബിൾ ആണ്. എന്നാൽ ഈ എല്ലാ സീറംസും എല്ലാവർക്കും ആവശ്യം വരുന്നില്ല. നമ്മളുടെ സ്കിൻ ടൈപ്പ് അനുസരിച്ച് ഒരു ഡെർമറ്റോളജിസ്റ്റിനെ കണ്ടിട്ട് മാത്രമേ സീറംസ് നമ്മളുടെ സ്കിൻ കെയർ റുട്ടീനിലേക്ക് ഇൻക്ലൂഡ് ചെയ്യാവൂ. ഇനി ഇത് കൂടാതെ മറ്റൊരു സ്കിൻ ടൈപ്പ് കൂടിയുണ്ട്, അതായത് സെൻസിറ്റീവ് സ്കിൻ. സെൻസിറ്റീവ് സ്കിൻ ഉള്ളവർ സ്കിൻ കെയർ റുട്ടീൻ ചൂസ് ചെയ്യുമ്പോൾ എക്സ്ട്രാ കോഷ്യസ് ആയിരിക്കണം. അതായത് ഇമോളിയൻ റിച്ച് ആയിട്ടുള്ള ക്ലെൻസേഴ്സ് വേണം ഇവർ ഉപയോഗിക്കാൻ. മോയ്സ്ചറൈസേഴ്സ് ചൂസ് ചെയ്യുമ്പോഴാണെങ്കിൽ ബ്ലാൻഡ് ആയിട്ടുള്ള മോയ്സ്ചറൈസേഴ്സ്, ഫ്രാഗ്രൻസ് ഫ്രീ എന്നീ ക്വാളിറ്റീസ് ഇവർ ശ്രദ്ധിക്കേണ്ടതുണ്ട്. അതുകൂടാതെ സൺ ബ്ലോക്ക് തിരഞ്ഞെടുക്കുമ്പോൾ ഫിസിക്കൽ സൺസ്ക്രീൻസ് ചൂസ് ചെയ്യുന്നതായിരിക്കും നല്ലത്. ഇങ്ങനെ കറക്റ്റായി ചൂസ് ചെയ്താൽ സെൻസിറ്റീവ് സ്കിൻ ഉള്ളവർക്ക് ഇറിറ്റേഷൻ പരമാവധി കുറയ്ക്കാം. മാത്രമല്ല സീറംസ് സ്കിൻ കെയർ റുട്ടീനിൽ ഉൾപ്പെടുത്തുന്നത് വളരെ സൂക്ഷിച്ച് മാത്രമേ സെൻസിറ്റീവ് സ്കിൻ ടൈപ്പ് ഉള്ളവർ ചെയ്യാവൂ. ഇതൊക്കെയാണ് നമുക്ക് ബേസിക് ആയിട്ട് സ്കിൻ കെയർ റുട്ടീനിൽ ഉൾപ്പെടേണ്ട കാര്യങ്ങൾ. അപ്പോൾ നിങ്ങളിനി ചെയ്യേണ്ടത് ഒരു ഡെർമറ്റോളജിസ്റ്റിൻ്റെ സഹായത്തോടെ നിങ്ങളുടെ സ്കിൻ ടൈപ്പ് കണ്ടെത്തി കറക്റ്റായ സ്കിൻ കെയർ റുട്ടീൻ സ്റ്റാർട്ട് ചെയ്യുക എന്നുള്ളതാണ്. ഇതുപോലെ ഇൻഫർമേറ്റീവായ വീഡിയോസിനായി എൻ്റെ പേജ് ഫോളോ ചെയ്യൂ.